നമസ്കാരം. പലപ്പോഴും മോദി ഭരണകൂടത്തിനെതിരെയും ബി.ജെ.പി. ഭരണകൂടത്തിനെതിരെയും ഏറ്റവും അധികം കലിതുള്ളി രംഗത്ത് വരുന്നതും സൈബർ ഇടങ്ങളിൽ വലിയ ഉപന്യാസങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതുമൊക്കെ ഇടതുപക്ഷ പ്രവർത്തകരാണ്. ഇടതുപക്ഷം എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തെ കേന്ദ്രം തഴയുന്നു, കേരളത്തിന് ആവശ്യമുള്ള ഫണ്ട് തരുന്നില്ല, കേരളത്തെ എപ്പോഴും അപമാനിക്കാൻ ശ്രമിക്കുന്നു തുടങ്ങി നിരന്തരമായ ആരോപണങ്ങൾ അവർ ഉയർത്താറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ. രാജ്യത്തെ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവസരങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് എന്നും അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോകേണ്ടതില്ല എന്നും പറഞ്ഞ മന്ത്രി നിരവധി സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഭാവിയിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ള സൂചന കൂടി നൽകിയിട്ടുണ്ട്. അതായത് കേരളത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ വരാൻ പോകുന്ന തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളെയാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെയും ഇത് തഴയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇത്രയും നാളും ഇരവാദം പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ഇത് കാണാതെ പോവുകയാണ്. അങ്ങനെ നിർമ്മല സീതാരാമൻ ഒരു വലിയ വേദിയിൽ വെച്ച് തന്നെ കേരളത്തെ പ്രശംസിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സാധ്യതകളെ കുറിച്ച് അവർ ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.